തിരുവനന്തപുരത്ത് കാറിടിച്ച് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റ കേസിൽ നടൻ മണിയൻ പിള്ള രാജു അറസ്റ്റിൽ. താരത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ബൈക്ക് അമിത വേഗതയിൽ എന്ന ദൃശ്യങ്ങളിൽ വ്യക്തം. ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ അപകടത്തിന് ശേഷം കാർ നിർത്താതെ മണിയൻ പിള്ള രാജു. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബൈക്ക് അമിത വേഗതയിലെത്തി കാറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് മണിയൻപിള്ള രാജു. ക്യാൻസർ പേഷ്യന്റ് ആയതിനാൽ 2 വർഷമായി മദ്യപിച്ചിട്ടില്ല. കാർ നിർത്താത്തത് പെട്ടെന്ന് പാനിക്കായതുകൊണ്ട്. ഒരു ദൂരം സ്പീഡിൽ വന്നിട്ട് ഇവർക്ക് നിർത്താൻ പറ്റിയില്ല. ഇവർ വന്ന് ഇടിച്ച് പൊളിച്ച് അങ്ങ് പോയി. എൻ്റെ ഒരു ഭയം ഉണ്ടല്ലോ ആ സമയം, നിങ്ങൾക്ക് അറിഞ്ഞിടാം. കയ്യും കാലും നിൽക്കണം. ഞാൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും വലിയ വണ്ടിക്കാരനാണ്. വണ്ടിയെ അടിച്ച് പൊട്ടിക്കുകയും ചെയ്യും. എനിക്ക് നല്ല അടി കിട്ടുകയെല്ലാം ചെയ്യുമ്പോൾ ഞാൻ എന്തിനാ റിസ്ക്? CCTV ദൃശ്യങ്ങളിൽ നിന്ന് സത്യം തെളിഞ്ഞെന്നും മണിയൻപിള്ള രാജു ന്യൂസ് മലയാളത്തോട്. പത്തനംതിട്ട തിരുവല്ലയിൽ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന് സ്പാ ജീവനക്കാരിയോട് കൊടും ക്രൂരത. 6 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തെന്ന് പരാതി. മരണ സുബിൻ എന്ന സുബിൻ അലക്സാണ്ടറും 3 കൂട്ടാളികളും അറസ്റ്റിൽ. 3 പ്രതികൾ ഒളിവിൽ. നടക്കുന്ന സംഭവമെന്നും കുറ്റവാളികളെ മുഴുവൻ പിടികൂടുമെന്നും മന്ത്രി വീണ ജോർജ്. ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതിയിൽ മറുപടിയില്ലാതെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇ ശ്രീധരൻ വിദഗ്ധനെന്ന പ്രശംസ മാത്രം. കേരള സർക്കാർ അതിവേഗ റെയിലിനായി ആവശ്യമുന്നയിച്ചാൽ പരിഗണിക്കാമെന്നും മന്ത്രി. സിൽവർ ലൈൻ വേണ്ടെന്ന് വെച്ചത് പാരിസ്ഥിതിക പ്രശ്നം കണക്കിലെടുത്തെന്നും വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ്. അടൂർ പ്രകാശിനെതിരായ യുക്തി പിണറായിക്കും ബാധകം. അടൂർ പ്രകാശിന്റെ കാര്യം, അടൂർ പ്രകാശിന്റെ ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുള്ള, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെന്നുള്ളതാണ്. വേറൊന്നുമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ കൂടെയും ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നുണ്ട്. ആരെങ്കിലും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യട്ടെ. ഞങ്ങൾക്കൊരു വിരോധമില്ല ചോദ്യം ചെയ്തുകൊണ്ട്. CPIM നേതാക്കൾക്ക് ജാമ്യം കിട്ടാൻ സർക്കാരിന്റെ നീക്കമെന്ന് രമേശ് ചെന്നിത്തല. തട്ടിക്കൂട്ട് കുറ്റപത്രം കൊടുത്ത് പ്രതികൾ രക്ഷപ്പെടട്ടെ എന്നാണ് പ്രതിപക്ഷ നിലപാടെന്ന് മന്ത്രി MB രാജേഷ്. ഒരു തട്ടിക്കൂട്ട് കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾക്ക് വിചാരണയിൽ രക്ഷപ്പെടാൻ പഴുതൊരുക്കണം എന്നതാണോ ഇവരുദ്ദേശിക്കുന്നത്? അപ്പൊ ഹൈക്കോടതിയെയാണോ വിശ്വസിക്കേണ്ടത്? പ്രതിപക്ഷ നേതാവിനെയാണോ വിശ്വസിക്കേണ്ടത്? പത്മവിഭൂഷൺ പുരസ്കാരം VSന്റെ കുടുംബം സ്വീകരിക്കില്ലെന്ന് സ്ഥിരീകരിച്ചു CPIM. കുടുംബം ഉചിതമായ തീരുമാനമെടുക്കട്ടെ എന്നാണ് പാർട്ടി എടുത്ത നിലപാട്. കൂടിയാലോചനയ്ക്ക് ശേഷം പുരസ്കാരം സ്വീകരിക്കേണ്ട എന്ന് കുടുംബം തീരുമാനിച്ചു. പാർട്ടി കുടുംബത്തിനൊപ്പമെന്നും MV ഗോവിന്ദൻ. ആദായ നികുതി കേസിൽ TVക്ക് നേതാവ് വിജയ്ക്ക് കനത്ത തിരിച്ചടി. 1.5 കോടി രൂപ പിഴ ചുമത്തിയത് ശരിവെച്ച മദ്രാസ് ഹൈക്കോടതി. പിഴ ചോദ്യം ചെയ്ത് വിജയ് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്തിയത് 2015 വീട്ടിൽ നടത്തിയ റെയ്ഡിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മുന്നിൽ. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായത് ജാമ്യ വ്യവസ്ഥ പ്രകാരം. പോറ്റിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി EDയും. അടുത്തയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട സമൻസ് നൽകും. EDക്ക് മുന്നിൽ ഹാജരായി മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ശ്രീകുമാർ. ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും വെളുപ്പിച്ച VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു. മതരാഷ്ട്രവാദം മുറുകെ പിടിച്ചപ്പോൾ സംഘടന LDFനൊപ്പം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KSU സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. മാധ്യമ വാർത്തകൾക്ക് അടിസ്ഥാനമില്ല. അല്ല, നിലവിലത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ KSU ഒരൊറ്റ സീറ്റ് പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടതില്ല. ഞങ്ങൾ ഒരു പട്ടികയും തയ്യാറാക്കിയിട്ട് നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടില്ല. കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് വിശ്വസിക്കുന്നതായും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ അലോഷ്യസ് സേവ്യർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ്. RSPക്ക് സീറ്റ് നൽകേണ്ടെന്ന് തീരുമാനം. പകരം ചാത്തന്നൂരോ ചടയമംഗലമോ നൽകണമെന്ന് RSP. കോൺഗ്രസിലെ രാജീവൻ എളയാവൂർ, ചന്ദ്രൻ തില്ലങ്കേരി, ഫർസീൻ മജീദ് എന്നിവരിൽ ഒരാൾ മണ്ഡലത്തിൽ മത്സരിച്ചേക്കും. കൊല്ലം കൊട്ടാരക്കര സ്കൂളിലെ ചുരിദാർ വിവാദത്തിൽ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ചയെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. വസ്ത്രധാരണത്തിന്റെ പേരിൽ അധ്യാപികയെ മാറ്റി നിർത്തിയത് KER ചട്ടങ്ങളുടെ ലംഘനം. വിശദീകരണം ആവശ്യപ്പെട്ട സ്കൂൾ മാനേജർക്ക് DDEയുടെ നോട്ടീസ്.
വയനാട് മാനന്തവാടിയിൽ കാറ് കത്തി യുവാവ് മരിച്ചത് ജീവനൊടുക്കിയതെന്ന് പോലീസ്. മരിച്ചത് തലശ്ശേരി സ്വദേശി സജീർ. ഭാര്യയും മക്കളും വാഹനത്തിലിരിക്കെ സജീർ പെട്രോൾ ഒഴിച്ച് തീക്കൊളുത്തി. മരണത്തിന് ഉത്തരവാദികളുടെ പേര് പറഞ്ഞുള്ള സജീറിന്റെ വീഡിയോ സന്ദേശം പുറത്ത്. കൊച്ചിയിൽ കാണാതായ ബംഗളൂരു സ്വദേശി സൂരജ് ലാമ മരിച്ചെന്ന് സ്ഥിരീകരണം. കളമശ്ശേരിയിൽ കണ്ടെത്തിയ മൃതദേഹം ലാമയുടേതെന്ന DNA പരിശോധനാ ഫലം. മൃതദേഹം കേരളത്തിൽ സംസ്കരിക്കുമെന്ന് മകൻ സാന്റൺ ലാമ. കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രധാന സാക്ഷിയുടെ മൊഴിയെ പോലീസ് എടുത്തില്ലെന്ന് പരാതി. ഷിംജിത റെക്കോർഡ് ചെയ്ത വീഡിയോയിലുള്ള യാത്രക്കാരി കണ്ണൂരിൽ പോലീസിൽ പരാതി കൊടുത്തു. ആ യുവതിയോട് നിജസ്ഥിതി ചോദിച്ചില്ലെന്ന് കുടുംബം. ഷിംജിതയുടെ ജാമ്യാപേക്ഷ നാളത്തേക്ക് മാറ്റി. പാതിവില വാഹന തട്ടിപ്പിൽ BJP നേതാവ് AN രാധാകൃഷ്ണനെതിരെ കേസ്. പണം വാങ്ങിയതിനു ശേഷം ഇരുചക്ര വാഹനം നൽകിയില്ലെന്ന് FIR. കേസിൽ 4 പ്രതികൾ. തൃക്കാക്കര പോലീസിന്റെ നടപടി പറവൂർ സ്വദേശിയുടെ പരാതിയിൽ. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗത്തിനിരയാക്കിയെന്ന പരാതികളിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. വിവാഹിതകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതി നിലനിൽക്കില്ല. നിരന്തര ബലാത്സംഗം നടന്നെന്നും പറയാനാകില്ല. കോടതി വിധി ഛത്തീസ്ഗഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസ് റദ്ദാക്കിക്കൊണ്ട്. സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ മണിപ്പൂരിലെ കുക്കി മേഖലകളിൽ വൻ സംഘർഷം. BJP മന്ത്രിസഭയിൽ അംഗമായ 3 MLA-മാരെ കൊല്ലുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ച കുക്കി സായുധ സംഘം. ഉപമുഖ്യമന്ത്രിയെ വധിക്കുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം. എയർ ഇന്ത്യ കമ്പനിയുടെ 70% വിമാനങ്ങളിലും സാങ്കേതിക തകരാറെന്ന് കേന്ദ്ര സർക്കാർ. 2025 നടത്തിയ പരിശോധനയിൽ 267 വിമാനങ്ങളിൽ 190 എണ്ണത്തിനും സാങ്കേതിക തകരാർ. വിശദമായ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യോമയാന മന്ത്രാലയം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്ന പ്രശാന്ത് കിഷോറിന്റെ ആവശ്യം തള്ളി സുപ്രീം കോടതി. ആദ്യം ഹൈക്കോടതിയെ സമീപിക്കാത്തതിന്റെ യുക്തി എന്തെന്നും ചോദ്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്ക് സൗജന്യം നൽകുന്നത് ഗൌരവമായി പരിഗണിക്കണമെന്നും കോടതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ഗർഭം തുടരാൻ നിർബന്ധിക്കാൻ പറ്റില്ലെന്ന് സുപ്രീം കോടതി. 30 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകി നിർണായക ഇടപെടൽ. പ്രായപൂർത്തിയാകാത്ത കുട്ടി ഗർഭം ധരിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമായ സാഹചര്യമെന്നും സുപ്രീം കോടതി. നിർണായക US ഇറാൻ ആണവ ചർച്ചയ്ക്ക് ഒമാനിൽ അല്പസമയത്തിനകം തുടക്കം. ഖത്തറും തുർക്കിയും ഈജിപ്തും മധ്യസ്ഥരാകും. മേഖലയിലെ സംഘർഷ സാഹചര്യം ഒഴിവാക്കാനാണ് ശ്രമമെന്ന് തുർക്കി പ്രസിഡന്റ് രജബ് തൊയ്ബ് എർദോഗൻ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അമേരിക്കയുമായി രഹസ്യ ഡീലിനൊരുങ്ങി ബാംഗ്ലാദേശ്. ഫെബ്രുവരി 9-ന് സുപ്രധാന വ്യാപാര കരാറിൽ ഒപ്പുവെക്കും. തീരുവ 20% നിന്നും 15% കുറച്ചേക്കും. US വാഹനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും ബംഗ്ലാദേശ് വിപണി തുറന്നുകൊടുക്കുമെന്നും റിപ്പോർട്ട്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ മയക്കുമരുന്ന് കടത്തിയെന്ന് ആരോപിച്ച് ബോട്ട് തകർത്തു. 2 പേർ കൊല്ലപ്പെട്ടതായി US സൈന്യം. ഭീകര സംഘടനയുടെ ബോട്ടാണെന്ന് വാദം. പതിവ് മയക്കുമരുന്ന് കടത്തുപാതയെന്നും US സതേൺ കമാൻഡ്. പാകിസ്ഥാനിലെ ബലോചിസ്ഥാൻ പ്രവിശ്യയിൽ $1.3 ബില്യൺ നിക്ഷേപത്തിനൊരുങ്ങി അമേരിക്ക. US നിക്ഷേപം പ്രൊജക്ട് വോൾട്ട് എന്ന പദ്ധതിയുടെ ഭാഗമായി. സുപ്രധാന ധാതുക്കളുടെ വിതരണ ശൃംഖല ഉറപ്പാക്കുക ലക്ഷ്യം. പാകിസ്ഥാനുമായുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ നീക്കം. അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ ആയുഷ് ഇംഗ്ലണ്ടിനെ ബൌളിംഗിന് അയച്ചു. ഇന്ത്യയുടെ ലക്ഷ്യം 6ാം കിരീടം. 2022 ഫൈനൽ തോൽവിക്ക് പകരം വീട്ടാൻ ഇംഗ്ലണ്ട്. സൗദി പ്രോ ലീഗിൽ പ്രതിഷേധം തുടർന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇന്ന് നടക്കുന്ന മത്സരത്തിലും അൽ നസറിനായി ബൂട്ടണിയില്ല. പ്രതിഷേധം പ്രോ ലീഗ് നടത്തിപ്പിലെ വിയോജിപ്പിനെ തുടർന്ന്.